ഒരു വയലൻ്റ് ആക്ഷൻ മൂവി ആയിരിക്കും. ബട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. ഡെഫിനറ്റ്ലി A സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് എ വെരി തിയേറ്ററിക്കൽ എൻ്റർടൈൻമെൻറ്റ്. നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതിയുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് KGF ഒക്കെ ഒരിക്കപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്തരം സിനിമകൾ വരുമില്ലായിരുന്നു. ബട്ട് എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ KGFിലെ റൈബസൂർ സാറിനെ കൊണ്ടുവന്നു. ഹനീഫിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ്. പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷെരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാറ് ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ചു. അതേപോലെ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല. ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണം കാച്ച് ആക്ഷൻ. ഉണ്ണിച്ചേട്ടാ തിയേറ്ററിൽ കാണാത്ത ആൾക്കാരെ ബാക്കി OTT കാണുന്ന പ്രൊഡ്യൂസർ സാർ പറഞ്ഞു. എങ്ങനെ തിയേറ്ററിൽ സിനിമയിൽ കാണാത്ത ബാക്കി പലരെയും OTT അല്ല ആക്ച്വലി ഓവർ വയലൻസ് ആയതുകൊണ്ടാണ് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ കാണും OTTയിലും കാണും. പിന്നെ ഇതിൻ്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് കട്ട് ഡെഫിനറ്റ്ലി OTTയിലാണ് വരാം. നമുക്ക് അറിയാം സിനിമ 2 തവണ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഓൺലൈനിൽ കിടക്കില്ല. ഇവിടെ ഒരുപാട് സന്തോഷം. പോലെ തന്നെ ഒരു നല്ല സിനിമ എടുക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. OTTയിലൊരു മഞ്ഞ വിമ്പോളി ഉണ്ടാവും. OTTയിലൊരു മഞ്ഞ വിമ്പോളി ഉണ്ടാവും. അനീഫിനോട് ചോദിക്കാം. അനീഫ് ഇതിനകത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കൊറിയോഗ്രാഫി ആയിരുന്നു. ഇനിയിപ്പോൾ മലയാള സിനിമ മാർക്കോക്ക് ശേഷം ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി ഫൈറ്റ് ഞാൻ ആക്ച്വലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാനൊരു 5-6 വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകളാണ് U സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ ചെയ്ത് വരുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകളുണ്ടായി. സോ അറ്റ് ദാറ്റ് ടൈം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയേണ്ടത് നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണം. ബട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബെഞ്ച് മാർക്ക് സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ തിങ്ക് മാർക്ക് ഒരു ബെഞ്ച് മാർക്കാണ്. ഇതിന് മാർക്കോയ്ക്ക് ശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. വിച്ച് ഐ എം വെരി ഹാപ്പി. എൻ്റെ എല്ലാ ഫ്രണ്ട്സാണ് അവരെല്ലാവരും. അത് ഇപ്പോൾ നിങ്ങളെല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുമ്പോൾ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. ലൈക്ക് യു നമ്പേഴ്സ് അറിയാം. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സത്യത്തിൽ പൃഥ്വിയൊക്കെ ആക്ഷൻ സിനിമ ചെയ്യുമെന്ന് എനിക്ക് വിചാരിച്ചിരിക്കുന്നത് രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജഗദീശന്റെ ഇന്റർവ്യൂ ജഗദീശൻ പറഞ്ഞു വയലൻസ് ഇനി മാർക്കോക്ക് ശേഷം എന്താണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറയായിരുന്നു. അപ്പോൾ ഈ പ്രേക്ഷകരെല്ലാവരും പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെ നടന്നുള്ള രീതിയിലാണ്. താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാൽ ജഗദീഷ് ഏട്ടൻ, സിദ്ദിഖേട്ടൻ, ആൻസൺ, അതേപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ്, പുതിയതായിട്ട് ഡെബ്യൂ ചെയ്ത ആക്ടേഴ്സിൻ്റെ നമ്മുടെ കബീർ ദുഹാൻ, യുക്തി, ഐ മീൻ ലോഡ് ഓഫ് ആക്ടേഴ്സ് ഇവരെല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജഗദീഷ് ഏട്ടൻ തുടക്കത്തിൽ തന്നെ സാറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഞങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ആക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. സോ ഗുഡ് ക്വാളിറ്റി കോണ്ടന്റ് എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ്, ഞങ്ങളുടെ പോസ്റ്റേഴ്സിന് ഒരുപാട് സ്വീകാര്യതയുണ്ടായി. അതേപോലെ തന്നെ ടീസർ, ഫിൽം മേക്കിംഗ് ചന്ദ്രു സെൽവരാജാണ് ചെയ്തത്. ചന്ദ്രുവാണ് എൻ്റെ ജയഗണേഷ് എന്ന സിനിമ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജയഗണേഷിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജയഗണേഷിൽ നമ്മൾ ഏതാണ്ട് വിഷു കഴിഞ്ഞ് പോയിട്ടാണ്. വിഷു അല്ലേ ജയഗണേഷ്? ക്രിസ്മസിന് പ്രേക്ഷകർ പറഞ്ഞ കുടുംബ പ്രേക്ഷകർ, കുട്ടികള് അല്ലെങ്കിൽ അമ്മമാർ, അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉള്ള ആളാണ്. ഈ ഒരു പടം അങ്ങനെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റും. എന്നുവെച്ചാൽ 18 വയസ്സിന് മുകളിലാണല്ലോ കുടുംബ പ്രേക്ഷകർ. അല്ല, ഓവർ വയലൻസ് ഉള്ളത് കൊണ്ട് അല്ല, അങ്ങനെയല്ല. A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയ അല്ലെങ്കിൽ മെച്ചോർഡായ എല്ലാവരും കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ബേസിക് ഓഡിയൻസ് അമ്മമാരും അച്ഛനും എല്ലാവരും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് കാണാൻ പറ്റും. കൂടുതൽ എന്താ പറയുക, കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സംശയമുള്ളതൊന്നും മാത്രമാണ്. ബട്ട് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു ഗംഭീര ഫീഡ്ബാക്ക്. ഐ മീൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു. സത്യത്തിൽ നമ്മളെ A സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസാവാത്തതുകൊണ്ട് നമുക്കും അറിയില്ല എന്താണെന്ന്. പക്ഷേ ദാറ്റ്സ് വൺ ഐ എം സെയിങ് ദാറ്റ് ഷെരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി നിങ്ങൾ ഒരുപാട് റീൽസൊക്കെ കട്ട് ചെയ്ത് വിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് ഒരു സാധനം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് എല്ലാം നിൽക്കുന്നത്. സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂട്ടിയിട്ടില്ല. നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടമാണ് സിനിമയുടെ ഹൈപ്പ്. സിനിമ ആകെ ഒരു ടീസറും 2 പോസ്റ്ററും വിട്ടതുകൊണ്ട് പ്രൊമോഷൻ ആവില്ല സത്യം. ബട്ട് ഇറ്റ് വാസ് എ ബിഗ് ചാലഞ്ച്. എന്നെ സംബന്ധിച്ച് മാർക്കറ്റിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിൽം മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസൻറ്റേഷൻ ഓഫ് ദ മൂവി ഐ തിങ്ക് മാർക്ക് ഒരു ബെഞ്ച് മാർക്കായിരിക്കും. ഇനി ഒരു സിനിമയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ആൻഡ് ഐ താങ്ക് ദി എൻറ്റയർ ടീം, മീഡിയാസ്, എല്ലാവർക്കും. ഞാൻ ഇൻ്റർവ്യൂവിൽ വരാതെ ഇരുന്നപ്പോൾ നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നാണ് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഉണ്ണിമുന്തിരി ഇറങ്ങുമ്പോൾ ഉണ്ണിമുന്തിരി തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തത്? അത് ഭയങ്കര ഹൈപ്പിലെത്തിക്കുന്ന സിനിമയായിരുന്നു. അത് മാർക്കോ നല്ല ഹൈപ്പായിരുന്നു.
അല്ല കുറച്ചതായിരുന്നു. ഞാനെപ്പോഴും പറയുന്ന ഹൈപ്പ് നിങ്ങളാണ് കൂട്ടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രേക്ഷകന് ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമ ഹൈപ്പായി മാറുന്നത്. ഞാൻ എത്ര പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് കൺവിൻസിങ് ആണ്. എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി കോണ്ടന്റ് പുറത്ത് വിട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ അതിൻ്റെ മുകളിൽ സാധനം. ദാറ്റ് ഈസ് നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു, സന്തോഷ് വർക്കി, ബേബി ജീൻ, ഷാൻ റഹ്മാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ടാക്കി തന്നു. ഇന്ന് ഷാൻ റഹ്മാൻ്റെ പാട്ട് ട്രെൻഡിങ് വണ്ണിലാണ് കിട്ടുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ഡയറക്റ്റ് ചെയ്തു. ഐ വാസ് ജസ്റ്റ് ഹാവിങ് എ ബ്ലാസ്റ്റ്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരിക്കും ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞിരുന്നു. ഐ തിങ്ക് ഹനീഫ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടുന്ന് ഹനീഫ് 0.20 എന്താ പറയുക 2.0 ഹനീഫ് ഉണ്ണിമുന്നൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് മാറിയിരിക്കുന്നു. ആക്ച്വലി സിനിമകൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പ്രൊമോഷനിൽ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല ഇതൊരു പാൻ ഇന്ത്യ സിനിമ ആയിരിക്കും. ഐ ജെന്യുവൻലി ഫീൽ ദാറ്റ് ആക്ഷൻ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു സാധ്യത കൂടുതലാണ്. എപ്പോഴും ആക്ഷന് ഒരു ലാംഗ്വേജ് ബാരിയർ ഫേസ് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ ബാക്കിങ്ങും നല്ല ടീം ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു സിനിമയാണ് മാർക്കോ. ഞാൻ വില്ലനായിട്ട് തന്നെ കാസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഇതേ ക്യാരക്ടർ ഹീറോയിട്ട് വരും. അതിൻ്റെ ഒരു പേഴ്സണൽ വാശിയും കൂടെ അത് ഈ സിനിമയിലൂടെ വന്ന് ഈ സിനിമയിലൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. പ്രൊഡക്ഷൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്തു, UMF ആണെങ്കിലും ക്യൂബ്സ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര എൻ്റെ സുഹൃത്തുക്കളാണ്. അവരുടെ സിനിമകൾ വിജയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ആൻസൺ ഹസ് ഡൺ ദി ബെസ്റ്റ്. ഐ മീൻ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻസൺ. ഈസ് വെരി സെലക്റ്റീവ്. പക്ഷേ ഇവിടുന്ന് ആൻസണ് നല്ലതുണ്ടാവും. അഭിമന്യു തിരുകൻ സാറിൻ്റെ ഗ്രാൻഡ് സൺ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് എന്താ ഇഷാൻ എന്ന് പറയുമ്പോൾ പുതിയ ആക്ടർ ധ്രുവ, യുക്തി, കബീർ ദൻ ഫെൻറ്റാസ്റ്റിക്. ഇത് എൻ്റെ മാത്രം ഉണ്ണിമുകുന്ദൻ ഷോ എന്ന രീതിയിൽ ഒരു സിനിമ ഒരിക്കലും വിജയിക്കില്ല. ഞാൻ എന്താ പറയുന്നത്, ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പീറ്റ് വാച്ച് ചെയ്യാവുന്ന 6-7 ഫൈറ്റ്. ഐ തിങ്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോറിഡോർ ഫൈറ്റാണ്. നിങ്ങളുടെ എന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. കണ്ടവരുണ്ടോ അവിടെ സിനിമ? നിങ്ങളുടെ ഏത് ഫൈറ്റാണ് ഇഷ്ടം? ഭയങ്കര കല കിങ്സിന്റെ കൊറിയോഗ്രാഫി ആൻഡ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഫൈറ്റേഴ്സ്, അവരുടെ സിങ്ക്, നല്ല ഇടിയൊക്കെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇടിപ്പടത്തിൽ നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമില്ല. ഞാൻ അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമുള്ളതാണ്. ഞാൻ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആക്ഷൻ ഹീറോസിനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഇഷ്ടമുണ്ട്. തിയേറ്റർ സിനിമകൾ തിയേറ്ററിൽ നിന്ന് വിസിലടി ഉണ്ടായി. ഈ വിസിലടിക്ക് എനിക്ക് ഞാൻ സിനിമയിൽ വന്നതിൻ്റെ മെയിൻ ഒരു ക്യാച്ച് എന്നു പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് അങ്ങനെ വലിയ സിനിമ ബാക്ക്ഗ്രൗണ്ട് സിനിമ പഠിച്ച ആളൊന്നുമില്ല. പക്ഷേ സിനിമകൾ ചെയ്തു വന്നപ്പോൾ ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം സിനിമകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മേപ്പടിയാൻ തൊട്ടൊരു മാറ്റം പറ്റി. ഒരു 5-6 വർഷം ആക്ഷൻ മാറി നിന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യുന്നത് ഒരു കിണ്ണങ്കാച്ച ഐറ്റമായിരിക്കും. ഐ ആം സോ ഹാപ്പി ദാറ്റ് യൂത്തിന് എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്കി ഞാൻ ഇങ്ങനെ ഉണ്ണിച്ചേട്ടന്റെ ഒരു വില്ലനായി വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന നായക കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് മലയാള സിനിമയിൽ വന്നതെന്ന് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്ത് തോന്നുന്നു, ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ട് നായകനിലേക്ക് വന്ന ഒരുപാട് സന്തോഷം. ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ലാൽ സാറും വില്ലനായിട്ടൊക്കെ തുടങ്ങി. ഞാനതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും. അത് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇറ്റ് വിൽ വെരി ക്ലിയർ കട്ട്. എന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം എന്ന് അതേ ചെയ്യും. അതിൽ വേറെ എൻ്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വലിയ സ്പേസ് കൊടുക്കുന്നുണ്ട്.